റെയിൽവേ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും തിരിച്ചടി. റെയിൽവേ കുംഭകോണത്തിൽ കുറ്റം ചുമത്തി ഡൽഹി റോസ് അവന്യൂ കോടതി. ലാലു പ്രസാദ് യാദവ്, ഭാര്യ റാബ്രി ദേവി, മകൻ തേജസ്വി യാദവ് എന്നിവർക്കെതിരെയാണ് കുറ്റം ചുമത്തിയത്. IRCTC ഹോട്ടൽ അഴിമതി കേസിലാണ് കോടതി വിധി. വാർത്തയുടെ വിവരങ്ങളുമായി S. നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ബീഹാർ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ അഴിമതി കേസാണ്. ഇതിലാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ പ്രഹരം ഏറ്റിരിക്കുകയാണ്. വിവരങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. റോസ് അവന്യൂ കോടതി ഈ ലല്ലു പ്രസാദിനും കുടുംബാംഗങ്ങൾക്കും ഒപ്പം തന്നെ IRCTC ഉദ്യോഗസ്ഥർക്കുമെതിരെ CBIയും അതേപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കണ്ട് അവർ നൽകിയ ചാർജ് ഷീറ്റ് അംഗീകരിച്ച് വിചാരണയിലേക്ക് കടക്കുവാൻ വേണ്ടി ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയാണ് കേസ് പരിഗണിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് 2004 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ലല്ലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് ഒഡീഷയിലെ പുരിയിലും അതേപോലെ തന്നെ ജാർഖണ്ഡിലെ റാഞ്ചിയിലുമുള്ള IRCTCയുടെ 2 ഹോട്ടലുകൾ, ആ ഹോട്ടലുകൾ യാതൊരുവിധ കരാറുകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടെൻഡർ നടപടികളോ ഒന്നും നോക്കാതെ ഒരു സ്വകാര്യ കമ്പനിക്ക് സുജാത ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു സ്വകാര്യ കമ്പനിക്ക് അത് നൽകുകയായിരുന്നു. ഇതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പ് എന്ന നിലയിൽ. ഇതിന് പകരമായി ലല്ലു പ്രസാദിൻ്റെ ഡിലൈറ്റ് മാർക്കറ്റിംഗ് കമ്പനി എന്ന കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഭൂമി തിരിച്ച് ഈ സുജാത ഹോട്ടൽസ് നൽകുകയുണ്ടായി. ഇങ്ങനെ ഈ 2 ഹോട്ടലുകളും പിന്നീട് ലല്ലു പ്രസാദിൻ്റെ കൈകളിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ 2017 ഇതുമായി ബന്ധപ്പെട്ട കേസ് CBI രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. 2023 ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് ലല്ലു പ്രസാദ് യാദവ്, അതേപോലെ തന്നെ ലല്ലു പ്രസാദിൻ്റെ ഭാര്യ, അതേപോലെ തന്നെ മകൻ, ഒപ്പം തന്നെ IRCTC ഉദ്യോഗസ്ഥരടക്കം 14 പേർക്കെതിരെയുള്ള കുറ്റപത്രം കോടതിയിൽ നൽകിയത്. ഈ കുറ്റപത്രം ഇതുമായി ബന്ധപ്പെട്ട് EDയും അതേപോലെ തന്നെ CBIയും ചുമത്തിയ കേസുകൾ നിലനിൽക്കുമെന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ കോടതി കണ്ടെത്തി തുടർ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കനത്ത തിരിച്ചടിയാണ് RJDക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനിടയിൽ തന്നെ വലിയ നാടകം നടക്കുകയുണ്ടായി. അതായത് ഇന്ന് രാവിലെ കൂടി അംഗരക്ഷകരുമായി രാവിലെ നടക്കാനിറങ്ങിയ ലല്ലു പ്രസാദ് യാദവ് ഇന്നിപ്പോൾ റോസ് അവന്യൂ കോടതിയിലെത്തിയത് വീൽ ചെയറിലായിരുന്നു. അങ്ങനെ കോടതിയുടെ ഒരു പരിഗണന, ഒരു അനുകമ്പയൊക്കെ തന്നെ പിടിച്ചു പറ്റുവാൻ വേണ്ടിയുള്ള ശ്രമം ലല്ലു പ്രസാദ് യാദവിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായെങ്കിലും കോടതി അതിനെ കൃത്യമായി തള്ളിക്കൊണ്ട് ലല്ലു പ്രസാദ് യാദവിനും ഭാര്യയ്ക്കും മകൻ തേജസ്വി യാദവിനും ഒപ്പം തന്നെ IRCTC ഉദ്യോഗസ്ഥരടക്കം 14 പേർക്കെതിരെയുള്ള അപ്പോൾ തന്നെ ഈ തേജസ്വി യാദവിനെതിരായ ഈ കേസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചതൊക്കെ ഈ തേജസ്വിയുടെ രാഷ്ട്രീയ ഭാവിയെ വലിയ അനിശ്ചിതത്വത്തിൽ നിർത്തുന്ന ഘടകങ്ങൾ കൂടിയല്ലേ? തീർച്ചയായിട്ടും ഈ ലല്ലു പ്രസാദ് കുടുംബം എന്നുള്ളത് അത് ബീഹാറിൻ്റെ ഭൂരിഭാഗം സ്വത്തുക്കളും അഴിമതി നടത്തി അത് സമ്പാദിച്ച കുടുംബം എന്നുള്ള പേര് ഇപ്പോഴും നിലനിൽക്കുകയാണ്. പല കോടതികളിൽ നിന്നായി ഇപ്പോൾ തിരിച്ചടി നിരന്തരം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അഴിമതി കേസിൽ ജയിലറയ്ക്കുള്ളിലായ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ റെയിൽവേ എന്നുള്ള വകുപ്പിനെ ഇത്രമാത്രം ഒരു കുംഭകോണം നടത്തിയ ഒരു വ്യക്തിയുടെ മകൻ എന്നുള്ള ഒരു ക്രെഡിറ്റിനപ്പുറം RJDയുടെ യുവ നേതാവ് എന്നുള്ള നിലയിൽ പോലും കാര്യമായ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ ബീഹാറിൽ തേജസ്വി യാദവിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുമായി കൈകോർത്തുകൊണ്ട് ഇന്ത്യ സഖ്യവുമായി മുന്നേറാൻ ശ്രമിച്ചെങ്കിലും വലിയ തിരിച്ചടി നേരിടുന്നു എന്നുള്ള സാഹചര്യമാണ്. ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചകൾ പോലും എവിടെ എത്താതെ നിൽക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള മുന്നേറ്റവും RJDക്ക് ബീഹാറിൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി കൂടി ലഭ്യമായി. RJDക്കും ലാലു പ്രസാദിന്റെ കുടുംബത്തിനും എല്ലാം വലിയ തിരിച്ചടി നൽകുന്ന വിധിയാണ് ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.